ഇന്നൊരു എഡിറ്റിംഗ് വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. കുറേ പേരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, അതായത് ഏത് ആപ്പ് വെച്ചിട്ടാണ് വീഡിയോസ് എഡിറ്റ് ചെയ്യാറ് എന്ന്. സോ ഞാൻ പ്രിഫർ ചെയ്യാറ് InShot ആപ്പാണ്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ആപ്പാണ്. കാരണം ഫസ്റ്റ് ഡൗൺലോഡ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് വലിയ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് ജസ്റ്റ് നോക്കി മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എന്നാൽ അത്യാവശ്യം എല്ലാ സെറ്റിങ്സും അവൈലബിളും ആണ് InShot ആപ്പിൽ. സോ InShot ആപ്പിൽ എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുക എന്നുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുന്നത്. സോ ഈ സ്ക്രീനിൽ കാണാം, ഫസ്റ്റ് ഓപ്ഷനാണ് എൻ്റെ InShot ആപ്പ് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ വീഡിയോ, ഫോട്ടോ, കൊളാഷ് 3 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എന്നുള്ള ഓപ്ഷനാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. വീഡിയോ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ തന്നെ നമുക്കതിൽ ഫോട്ടോസും വീഡിയോസും അറ്റാച്ച് ചെയ്യാവുന്നതാണ്. സോ ഞാൻ വീഡിയോ എന്നുള്ള ഓപ്ഷൻ ഓപ്പൺ ചെയ്തു, ന്യൂ. ഞങ്ങളുടെ ഒരു പ്രൊമോ വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ വീഡിയോസിൽ സെലക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ഫോട്ടോസാണ് സെലക്ട് ചെയ്യുന്നത് റാൻഡമായിട്ട്. ഫുഡിൻ്റെ ഫോട്ടോസാണ്. മാർക്ക് ഉണ്ട്, ആ ടിക്ക് മാർക്ക് ഞാൻ ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത സാധനങ്ങളെല്ലാം ഇവിടെ താഴെ വന്നിട്ടുണ്ട്. എല്ലാം എന്തൊക്കെയാണ് സെലക്ട് ചെയ്തതെന്നുള്ളതെല്ലാം ഇങ്ങനെ വന്നിട്ടുണ്ട്. സോ ഞാൻ ആ വീഡിയോയിൽ താഴെ ബ്ലാക്ക് കളർ വീഡിയോ ഷെയ്ഡിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ എന്തൊക്കെ സെലക്ട് ചെയ്തതെന്ന് എനിക്ക് ഇങ്ങനെ കാണാം. ഓക്കെ, ഇനി ഞാൻ ഫസ്റ്റ് വീഡിയോ എഡിറ്റ് ചെയ്യാണ്. വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് പ്ലേ ചെയ്യുമ്പോൾ വീഡിയോ അതിൽ കുറച്ച് ട്രിം ചെയ്ത് കളയാനുണ്ട് വീഡിയോ. ഇനി കുറച്ച് ചെറിയ ഇൻട്രോ പോർഷൻ മാത്രം മതി ഈ വീഡിയോയിൽ. അപ്പോൾ ഞാൻ ട്രിം എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണ്. ട്രിം എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്കതിൽ ചൂസ് ചെയ്യാം എവിടെ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇതിങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് ഓക്കെ. സോ ഞാൻ ഇവിടെ മുതൽ ഇനി റൈറ്റ് സൈഡിൽ എവിടെ വരെയാണ് എന്ന് നമുക്ക് ഫിക്സ് ചെയ്യണം. ലിറ്റിൽ നോട്ട്ബുക്ക്, വെൽക്കം ടു ലിറ്റിൽ നോട്ട്ബുക്ക് എന്നുള്ള ക്യാപ്ഷൻ വരെ മതി എനിക്ക്. ഓക്കെ, സോ ഞാനത് അത്രയും പോർഷൻ സെലക്ട് ചെയ്തു. ഇപ്പോൾ ആ 2 ഡോട്ട്സിൻ്റെ അകത്തുള്ള പോർഷനാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ടിക്ക് മാർക്ക് എന്നിട്ട് ഞാൻ ക്ലിക്ക് ചെയ്തു. സോ നമുക്കിപ്പോൾ കാണാം വെൽക്കം ടു ആ ലിറ്റിൽ നോട്ട്ബുക്ക് എന്നുള്ളത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ ക്യാൻവാസ് ഇവിടെ നമുക്ക് മുകളിൽ കാണാം. ഞാനത് സ്ക്രീൻ റെക്കോർഡർ എടുത്തേക്കായിരുന്നു, പെട്ടെന്ന് അത് ഫസ്റ്റിൽ തന്നെ വന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. സോ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യണം, അതായത് ആ പോർഷൻസൊക്കെ കളയണം, ട്രിം ചെയ്ത് കളയണം, ക്രോപ്പ് ചെയ്ത് കളയുന്നത് പോലെ. സോ അതിനായിട്ട് ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ ക്യാൻവാസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാണ്. അതിൽ നമുക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഫിക്സ് ആയിട്ട് കിട്ടും. സോ മുകളിലത്തെ ആ പോർഷനൊക്കെ പോയിട്ടുണ്ട്. കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കത് നീക്കി കൊടുത്താൽ മതി. 36 ഓക്കെ, ടിക്ക് മാർക്ക്. ഫസ്റ്റ് ഇൻട്രോ പാർട്ട് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഓരോ പിക്ചേഴ്സ് സെലക്ട് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞു, താഴെ കാണുന്നതിൽ ഏതെങ്കിലും ഒരു സെലക്ട് ചെയ്ത വീഡിയോ അല്ലെങ്കിൽ ഇമേജിൽ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് സെലക്ട് ചെയ്തേക്കുന്നത് നമുക്ക് കാണാം. സോ ഈ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞിട്ട് എനിക്കിവിടെ സപ്പോസ് എനിക്ക് ഈ ഫസ്റ്റ് പ്രൊമോ പാർട്ട് കഴിഞ്ഞിട്ട് ഒരു ബ്ലാങ്ക് പേജ് ആഡ് ചെയ്യണം, അതായത് ഫുഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലാങ്ക് പേജ് ആഡ് ചെയ്യണമെങ്കിൽ സോ ഈ പ്ലസ് റെഡിൽ കാണുന്ന പ്ലസ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ബ്ലാങ്ക് എന്നുണ്ടാവും, വീഡിയോ ഫോട്ടോ എന്നുണ്ടാവും. വീഡിയോ ഫോട്ടോ ആണെങ്കിൽ നമ്മുടെ ഗാലറി പോയിട്ട് എന്തെങ്കിലും നമുക്കൊന്നുകൂടി അറ്റാച്ച് ചെയ്യാം. ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാങ്ക് പേജ് അവിടെ വരും. ഇപ്പോൾ ഒരു ബ്ലാങ്ക് പേജ് അവിടെ വന്നിട്ടുണ്ട്. അവിടെ ഞാൻ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ എനിക്ക് അവിടെ എന്തെങ്കിലും ക്യാപ്ഷൻ കൊടുക്കാം. ഞാൻ ഫുഡ്സ് എന്നുള്ളൊരു ക്യാപ്ഷൻ എഴുതി കൊടുക്കുകയാണ്. സോ നമുക്കിവിടെ എഡിറ്റ് ചെയ്യുന്ന ഫോണ്ട് എല്ലാം ചേഞ്ച് ചെയ്യാം. ഈ കളറായിട്ടുള്ള ഒരു സർക്കിൾ ഉണ്ട്, അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെയാണ് കളർ വേണ്ടത്. ഇപ്പോൾ യെല്ലോ കളറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. റെഡ്, യെല്ലോ, റോസ്, ബ്ലൂ, അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. വൈറ്റിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് താഴെ നമുക്ക് ഓരോ ഏത് സ്റ്റൈലിലാണ് അത് അപ്പിയർ ചെയ്യേണ്ടതെന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഫുഡ്സിന് ഈ ഒരു സ്റ്റൈലാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, വീണ്ടും ടിക്ക് അടിക്കുക, അപ്പോൾ അതവിടെ വരും. പിന്നെ നമുക്കിത് സ്ക്രോൾ ചെയ്യാം. ഇപ്പോൾ കണ്ടത് നമുക്ക് രണ്ട് സൈഡിലേക്കും സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോമാറ്റിലാണ്. എത്ര നേരം അതവിടെ അപ്പിയർ ആവണം എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിത് ഈ ബ്ലാങ്ക് പേജ് എൻഡ് ചെയ്യുന്നത് വരെയാണ് അത് കൊടുക്കുന്നുള്ളൂ. ബ്ലാങ്ക് പേജ് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകണം എന്നുള്ള രീതിയിലാണ് ഞാനതിനെ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് കാണാം. ഇപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു ബ്ലാങ്ക് പേജ് വന്നു. ഇനി വീണ്ടും പിക്ചേഴ്സ്
ആണ് വരുന്നത്. സോ ഈ പിക്ചേഴ്സിൻ്റെ സ്പീഡ് കൂട്ടും കുറയ്ക്കും നമുക്ക് ചെയ്യാം. അതായത് എത്ര നേരം അത് സ്ക്രീനിൽ പ്രസൻ്റ് ആയിരിക്കണം എന്നുള്ളത് സ്പീഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് നമ്മളൊരു 8.2, 8.4, 10 എന്നൊക്കെ കൊടുത്താൽ കുറേ നേരം നമുക്കത് കാണാനുള്ള ഒരു ഓപ്ഷനാണ്. മറിച്ചൊരു 2.2 സെക്കൻഡ്സ് ഒക്കെ ആണെങ്കിൽ അത്രയും, അത് കഴിഞ്ഞാൽ അടുത്ത ഇമേജ് ആയിട്ട് വരും. 2.2 എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കുന്നത്. ഇനി അതിൽ തന്നെ സ്പീഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫസ്റ്റ് ഒരു 1 ടിക്കാണ് സെലക്ട് ചെയ്യുന്നത്. ഈ ഒരു ഇമേജിന് മാത്രം ആ ഓപ്ഷൻ അപ്ലൈ ചെയ്യും. ഇനി ഡബിൾ ടിക്ക് ഉണ്ട്, അപ്ലൈ ടു ഓൾ. അപ്പോൾ അല്ലാതും ഇതിലുള്ള എല്ലാ ഇമേജസും വീഡിയോസും അല്ലാതും 2.2 സെക്കൻഡ് നമ്മൾ സെലക്ട് ചെയ്താൽ സെക്കൻഡ് കഴിഞ്ഞാൽ അടുത്തത് വരും. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ അപ്ലൈ ടു ഓൾ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ ഓരോന്നായിട്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ക്യാൻവാസ് ഞാൻ എല്ലാം സ്ക്രീൻഷോട്ട് എടുത്തതാണ് ഫസ്റ്റ് അതിൽ വരാനായിട്ട്. സോ എല്ലാത്തിൻ്റെയും ക്യാൻവാസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു ഫോമാറ്റിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ഒരു 20 കൊടുക്കുന്നുണ്ട്. വീണ്ടും ഡബിൾ ടിക്കാണ് കൊടുക്കുന്നത്, അപ്ലൈ ടു ഓൾ. അപ്പോൾ എല്ലാതും ഏകദേശം അങ്ങനെയായിട്ട് വരും. അപ്പോൾ നമ്മൾ ഈ ഫുഡിൻ്റെ ഈ ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് വീണ്ടും നമ്മൾ ഇങ്ങോട്ട് നീക്കേണ്ടി വരും. അതിന് സെക്കൻഡ്സ് നമ്മൾ കുറച്ചല്ലോ, ബ്ലാങ്ക് പേജിൻ്റെ സെക്കൻഡ് അപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവും ടിക്ക്. നമുക്ക് കാണാം എങ്ങനെയാണ് അത് വരുന്നതെന്ന്. ഫുഡ്സ് ഓക്കെ. ഇനി ഇതാ സെക്കൻഡ് ഓർഡറിന് 2.2 സെക്കൻഡ് ആയിട്ട് വരുന്നത്. ചിലത് റൊട്ടേഷനിലാണ് കിടക്കുന്നത്. സോ നമുക്ക് വേണ്ട വെർട്ടിക്കൽ ഫോമാറ്റിൽ വേണമെങ്കിൽ വീണ്ടും ഏതാണെങ്കിൽ ആ ഇമേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്രിം, സ്പീഡ്, റൊട്ടേറ്റ്, തേർഡ് ഓപ്ഷൻ റൊട്ടേറ്റ് ഉണ്ട്. അപ്പോൾ അത് അവർ നമുക്ക് റൊട്ടേറ്റ് ആയിട്ട് കാണിച്ചു തരും. എന്നിട്ട് വീണ്ടും നമ്മൾ ക്യാൻവാസിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് സ്ട്രെച്ച് ചെയ്യാം എങ്ങനെയാണ് വേണ്ടതെങ്കിൽ. ഓക്കെ, ഞാനിങ്ങനെ ക്യാൻവാസിൽ ടിക്ക് കൊടുത്തു. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ഇപ്പോൾ അതും എനിക്കൊന്ന് ക്യാൻവാസിൽ അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, ക്യാൻവാസ് ഓരോന്നും വരുമ്പോഴും ഞാൻ ക്യാൻവാസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ക്യാൻവാസ് സബ് ടൈറ്റിൽ കൊടുക്കണം. ഓരോന്നിനും ഒരു നമ്മളിപ്പോൾ എഴുതുന്ന കുക്കിംഗ് വീഡിയോസ് അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസിൻ്റെ സബ് ടൈറ്റിൽ കൊടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കിതിൽ തന്നെ ടെക്സ്റ്റ് വെച്ചിട്ട് എഡിറ്റ് ചെയ്യാം. സോ ഞാൻ ഓരോന്നിനും ഇപ്പം അതിൻ്റെ പേരാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഫസ്റ്റ് പിക്ചറിൻ്റെ അവിടെ ആയിട്ട് സെലക്ഷൻ വെച്ചിട്ട് ടെക്സ്റ്റ് കൊടുത്തു. ടെക്സ്റ്റ് ആഡ് ചെയ്യാണ്. നമ്മൾ റോസ് മോമോസ് ആയിരുന്നത്, റോസ് മോമോസ്. അപ്പോൾ ഞാൻ എന്നിട്ട് വീണ്ടും അതിൻ്റെ സ്റ്റൈലൊന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഫോമാറ്റാണ് എടുക്കുന്നത്. അത് എന്നിട്ട് ഡ്രാഗ് ചെയ്തിട്ട് എവിടെയാണ് വേണ്ടതെങ്കിൽ അവിടെ കൊണ്ടുവയ്ക്കാം. അത് എവിടെ ആ പിക്ചർ എൻഡ് ചെയ്യുന്നിടത്ത് തന്നെ എന്നിട്ട് അതിൻ്റെ പേര് ഞാൻ എൻഡ് ചെയ്യുകയാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രെച്ച് ചെയ്താൽ മതി, അത് കറക്റ്റായിട്ട് കിട്ടും. നെക്സ്റ്റ് വൺ, നമുക്കൊരു ഇമേജ് വേണ്ടാന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും അത് സെലക്ട് ചെയ്തിട്ട് ആ ഇമേജ് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് താഴെ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഇമേജ് അപ്പോൾ അതിൽ നിന്ന് പോയിട്ടുണ്ടാവും. ആൻഡ് റോസ് മോമോസ് സ്ട്രെച്ച് ചെയ്തിട്ട് എൻഡ് ചെയ്യുന്നിടത്ത് നമ്മൾ കൊണ്ടുവയ്ക്കണം. നമുക്കത് വരുന്നത് കാണാം. അപ്പോൾ അത് നമുക്ക് എഡിറ്റ് ചെയ്ത് എവിടെയാണ് ആ പേര് വരണ്ടെങ്കിൽ അതുപോലെ കൊണ്ടുവയ്ക്കാം. And finally, ഉന്നക്കായ.
ഇത്രയും കഴിഞ്ഞു. എനിക്ക് ലാസ്റ്റ് നമ്മുടെ വീണ്ടും പ്രമോ വീഡിയോയുടെ ലാസ്റ്റ് താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ എന്നുള്ള ആ ഒരു പാർട്ട് ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ പ്ലസ് അമർത്തി കഴിഞ്ഞാൽ വീഡിയോ ഫോട്ടോ ക്ലിക്ക് ചെയ്യാണ്. അതിൽ വീഡിയോസ് എന്നുള്ള ഓപ്ഷനിൽ വീണ്ടും ആ പാർട്ട് ക്ലിക്ക് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. അത് സെലക്ട് ചെയ്തിട്ട് ട്രിം ചെയ്യുന്നു. എന്നിട്ട് ആ ലാസ്റ്റ് പാർട്ട് ഞാൻ സെലക്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അതവിടെ വരും. ഇനി മ്യൂസിക്, ഇതിൻ്റെ സൗണ്ടിൽ നമുക്ക് എന്തെങ്കിലും മാറ്റം കൊടുക്കണമെന്നുണ്ടെങ്കിൽ മ്യൂസിക്കിൽ ഇപ്പോൾ ഇതാ വോളിയം 100% ആയി കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം വോളിയം ഓൺ എന്നുള്ളൊരു സൈൻ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വോളിയം ഓഫ് ആക്കി കൊടുക്കുകയാണ്. അവിടെ സൗണ്ട് കേൾക്കില്ല. എന്നിട്ട് ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് 3 ഡോട്ട്സ് ഉണ്ട്, അപ്ലൈ ടു ഓൾ. അപ്പോൾ എല്ലാത്തിൻ്റെയും ഓഡിയോ നമുക്ക് കട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് പുതിയൊരു മ്യൂസിക് കൊടുക്കാം. അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അതല്ല ഏതാ വേണ്ടത്, അതായത് ഈ ഓഡിയോ നമുക്ക് കേൾക്കണം, ഇതിൽ ഈ വീഡിയോയുടെ ഓഡിയോ കേൾക്കണം എന്നുണ്ടെങ്കിൽ അത് മാത്രം നമുക്ക് വോളിയം ഓൺ അല്ലെങ്കിൽ ഓഫ് കൊടുക്കാം. ബാക്കിയുള്ളത് ഓരോന്ന് സെലക്ട് ചെയ്ത് അങ്ങനെ കൊടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും ഓഡിയോ ഓഫ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ ഇതിൽ ഓൾറെഡി ഉള്ള ഒരു ട്രാക്ക് ആഡ് ചെയ്യാണ് മൈ മ്യൂസിക്കിൽ. മോട്ടിവേഷൻ, ഓക്കെ, അത് സെലക്ട് ചെയ്തു. അപ്പോൾ അതങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഓഡിയോ ഓഫ് ചെയ്യാണ്, കാരണം അല്ലെങ്കിൽ 2 വീഡിയോയും കൂടിയിട്ട് ഞാനിത് സ്ക്രീൻ റെക്കോർഡറാണല്ലോ കൊടുക്കുന്നത്, രണ്ടും കൂടിയിട്ട് ഒരു ക്ലാഷ് വരും. അപ്പോൾ ഇങ്ങനെയാണ് ഓഡിയോ ആഡ് ചെയ്യുക. അപ്പോൾ ഞാനിത് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സൗണ്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ റെക്കോർഡ് എന്നുള്ള ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് അവിടെ റെക്കോർഡ് ചെയ്യാം. ഇപ്പോൾ രണ്ടും ഓൺ ആയതുകൊണ്ട്, സ്ക്രീൻ റെക്കോർഡർ ഓൺ ആയതുകൊണ്ട് എനിക്ക് റെക്കോർഡ് എന്നുള്ള ഓപ്ഷൻ പറ്റില്ല. ഇങ്ങനെയാണ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ടിക്ക് കൊടുക്കുക. ഇത്ര തന്നെയല്ലേ നമുക്ക് മെയിനായിട്ടുള്ള വേണ്ടോ. പിന്നെ ഫിൽറ്റർ സെലക്ട് ചെയ്യാം. ഓരോ ഇമേജിന് അല്ലെങ്കിൽ വീഡിയോയ്ക്ക് ഏത് ഫിൽറ്ററാണ് വേണമെന്നുണ്ടെങ്കിൽ ഒറിജിനൽ തന്നെയാണ് ഞാൻ ഇപ്പോൾ എല്ലാത്തിനും കൊടുക്കുന്നത്. എഫക്റ്റ് ഉണ്ട്, എന്തെങ്കിലും ചെറിയ എഫക്റ്റ് കൊടുക്കണമെങ്കിൽ അഡ്ജസ്റ്റ്, കോൺട്രാസ്റ്റ് അതൊക്കെ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഫിൽറ്റർ ഓപ്ഷനിൽ. സ്റ്റിക്കേഴ്സ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ഞാനിവിടെ ഒരു സ്റ്റിക്കർ കൊടുക്കുന്നുണ്ട്. റെക്കോർഡ് എന്നുള്ളൊരു സ്റ്റിക്കർ ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ ഞാനത് അവിടെ കൊണ്ടുപോയി വെച്ചു, ടിക്ക് കൊടുത്തു. ഇനി നമുക്ക് ഇതും സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം. എനിക്ക് റെക്കോർഡ് എന്നുള്ള സൈൻ ആസ് ലോങ് വേണമെന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം, വീഡിയോ എൻഡ് ചെയ്യുന്നത് വരെ. അല്ലെങ്കിൽ എവിടം വരെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അവിടം വരെ നമുക്ക് കൊണ്ടുകൊടുക്കാം. അങ്ങനെ ചെയ്യാം. അപ്പോൾ സ്റ്റിക്കർ എന്താണെന്ന് മനസ്സിലായി. പിന്നെ ഏതാ ഓപ്ഷൻ, ട്രിം എന്താണെന്ന് നമ്മൾ നോക്കി. സ്റ്റിക്കർ, മ്യൂസിക്, ടെക്സ്റ്റ്, സ്പ്ലിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോനെ 2 പാർട്ടാക്കിയിട്ട് കൊടുക്കുകയാണ്. നമുക്ക് വലിയ ആവശ്യമില്ല. പിന്നെ ബാക്ക്ഗ്രൗണ്ട്, ഓക്കെ, നമ്മളിപ്പോൾ ഈ പിക്ചർ എടുത്തു. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ ഓൾറെഡി നമുക്ക് ക്യാൻവാസ് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ സൈഡിൽ ബാക്ക്ഗ്രൗണ്ട് കാണുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാം. ഇവിടെ ഓപ്ഷൻസ് അവർ തരുന്നുണ്ട്. അതിലത്തെ ഏതെങ്കിലും എഫക്റ്റ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പ്ലെയിൻ കളർ കൊടുക്കാം. അതാണ് ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻ. വോളിയം സൗണ്ട് നമുക്ക് ഓൾറെഡി ഉള്ള സൗണ്ട് നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അത്ര സൗണ്ട് വേണ്ട, ചെറിയൊരു സൗണ്ട് മതി. അങ്ങനെയാണെങ്കിൽ വോളിയം അങ്ങനെ ചെയ്യാം. ഫ്ലിപ്പ്, നമുക്കൊരു ഫോട്ടോ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിറർ ഇമേജ് ആയിട്ട് കൊടുക്കാം. റൊട്ടേഷൻ കൊടുക്കാം. ഫ്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ്സ് കോപ്പീസ് വരും. അത് വേണ്ട, ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്, ഡിലീറ്റ് ചെയ്യാണ്. ഓക്കെ, സോ നമ്മുടെ വീഡിയോ ഏകദേശം ഇവിടെ സെറ്റാണ്. ഹൗ ടു എഡിറ്റ് വീഡിയോസ് ഇൻ InShot ആപ്പ്. ഓക്കെ, സോ നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ InShot എന്നുള്ള ഒരു വാട്ടർമാർക്ക് കാണാം. അത് കളയാനായിട്ട് നമുക്ക് അതുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 ഓപ്ഷൻ വരും. ജോയിൻ InShot Pro, ഫ്രീ റിമൂവ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഒരു ആഡ് വരും. ആ ആഡ് കംപ്ലീറ്റ് ആയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ വാട്ടർമാർക്ക് റിമൂവ് ആയിട്ട് കിട്ടും. ബാക്ക് അടിച്ചാൽ മതി. പിന്നെ ഇപ്പോൾ നമുക്ക് കാണാം വാട്ടർമാർക്ക് പോയിട്ടുണ്ട്. പിന്നെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സേവ് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ സേവ് ചെയ്യാം. ക്വാളിറ്റി ചോദിക്കും. 180 ഒക്കെ ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് നല്ലൊരു ക്വാളിറ്റിയുള്ള വീഡിയോ ആയിട്ട് കിട്ടും. 180 കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഡൗൺലോഡായി കിട്ടും. ഈ വീഡിയോ നമുക്ക് പിന്നെ നമ്മുടെ ഗാലറിയിൽ പോയിട്ട് എടുക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വാല്യൂഡ് സജഷൻസ് എല്ലാം എന്നെ അറിയിക്കണം. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.